ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 29-ാമത്തെ ശ്ലോകം. കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നിർത്തി, അറിയാതെ നമ്മൾ അവസാനിപ്പിക്കുന്ന ശ്ലോകം അസ്മിൻ പരാത്മിൻ ചൊല്ലിയില്ല, സോറി, പെട്ടെന്ന് കട്ടായതാണ്. 29-ാമത്തെ ശ്ലോകം തുടങ്ങാം. പ്രകൃതിർഗുണസമ്മൂഢ സജ്ജന്തി ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. മലയാളം അച്ഛൻ എഴുതിയതാണ്, എപ്പോഴും വായിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോ സംശയം ചോദിച്ചായിരുന്നു ഇതാരെഴുതിയതാണ്. അച്ഛൻ പദ്യരൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം കോപ്പികളൊന്നുമില്ല, ഒരു കോപ്പിയൊക്കെ ഉള്ളൂ ഇപ്പോൾ കയ്യിൽ. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ വിൽക്കാനോ ഒന്നും പ്രിൻ്റ് ചെയ്തതല്ല, അച്ഛൻ്റെ ഒരു മനസ്സമാധാനത്തിന് പ്രിൻ്റ് ചെയ്തതാണ്. എന്തായാലും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മലയാളമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. 29-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. ഗുണസമ്മൂഢരാം മർത്യർ നിനപ്പൂ നേടുവാൻ ഫലം ആത്മജ്ഞാൻ അവനെ വിജ്ഞനിളക്കാനായി ശ്രമിക്കലാം. പ്രകൃതേഹി ഗുണസമ്മൂഢാഃ ഗുണകർമ്മസു സജ്ജന്തി. പ്രകൃതിയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്ത മൂഢന്മാർ ഗുണാനുസൃതമായ കർമ്മങ്ങളിൽ ആസക്തരായി മാറുന്നു. അകൃഷ്ണവിദഃ താൻ മന്ദാൻ കൃഷ്ണവിദ് ന വിചാലയേത്. അകൃഷ്ണവിദഃ എന്ന് പറഞ്ഞാൽ അല്പജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ, ഞാൻ എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാത്ത മന്ദന്മാരെന്ന് വിളിക്കുന്നത്, മന്ദബുദ്ധികളാണെന്ന് പറയുന്നത്. അവർ കൃഷ്ണവിത്ത്, രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സാണ്. അത് സർവജ്ഞനായവനാണ് കൃഷ്ണവിത്ത്. ന വിചാലയേത്, ഇളക്കരുത്. അതായത് അജ്ഞാനികളെ പെട്ടെന്ന് പോയിട്ട് വിജ്ഞാനം ഉള്ള സർവജ്ഞന്മാരായിട്ടുള്ള ആൾക്കാർ നാളെ മുതൽ നീ നന്നായിക്കോയെന്നും പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുത്ത് അവരെ തിരിക്കാൻ നോക്കരുത്. അവരെ മെല്ലെ മെല്ലെ വേണം അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ എന്നുള്ളതാണ്. അപ്പം ജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളും അജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളും, ഒരാൾ ഫലം ഇച്ഛിച്ചാണ് ചെയ്യുന്നത്, ഒരാൾ ഫലം ഇച്ഛിക്കാതെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണക്കാരാണ്, ലൗകികരാണ്. അപ്പം നമ്മളുടെ ഭൂരിപക്ഷം പേരും എപ്പോഴും ഒരു മോഹത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ്. സ്വന്തം പ്രവൃത്തികൾക്ക് ഒരു നല്ലൊരു ഫലം കിട്ടണം എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ പൂർണ്ണ ജ്ഞാനമുള്ള ഒരാൾക്ക് ഇതിൻ്റെ പരമാർത്ഥം ശരിക്കും മനസ്സിലാവാൻ സാധിക്കും എന്ന് വിചാരിച്ച് ആ ആൾക്കാർ ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെന്ന് ഇവരോട് ഉപദേശിച്ച് കുറേ ഉപദേശങ്ങൾ ഒരുമിച്ച് കൊടുത്ത് നാളെ മുതൽ നീ ഇങ്ങനെ ആവണം കേട്ടോ എന്ന് പറഞ്ഞ് ഇവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കരുത്. അവർക്കത് മനസ്സിലാവില്ല. അത് അവർക്ക് ചിലപ്പോൾ ദോഷം ചെയ്തു എന്നും വരും. അപ്പം നമ്മളെല്ലാം ഈ ഗുണത്തിൻ്റെ സ്വാധീനങ്ങളിൽ പെട്ടിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ എന്താണ് ഫലം നിശ്ചയിക്കുകയാണ്. അപ്പം ചിലപ്പം അതിനനുസരിച്ച് ഫലങ്ങൾ എന്ത് ആണെങ്കിലും വരാം. രജോ ഗുണമാവാം, തമോ ഗുണമാവാം, സത്വഗുണമാവാം, എങ്ങനെ വേണമെങ്കിലും വരാം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, അല്ലേ? ഞാനാണ്. പക്ഷേ ഇവിടെ ഞാൻ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന വ്യക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. ഞാനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫലങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടതാണ്, അതല്ല അർത്ഥം. ഞാൻ എൻ്റെ എന്നുള്ള ചിന്ത എപ്പോഴും കൈവെടിയണം എന്നാണ് എല്ലാ ശ്ലോകങ്ങളിലും നമ്മൾ പഠിപ്പിക്കുന്നത്. സാധാരണ ഒരു ലൗകിക, അതായത് നമ്മളെപ്പോലെയുള്ള സാധാരണ ഒരു മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു എന്തിനാണ്? എനിക്ക് ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നന്നായി പഠിക്കുന്നത് എന്തിനാണ്? എനിക്ക് മാർക്ക് കിട്ടാനാണ്. ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നത് എന്തിനാണ്? എനിക്ക് ജോലി കിട്ടാനാണ്. ഞാൻ സ്വത്ത് സമ്പാദിക്കുന്നത് എന്തിനാണ്? എൻ്റെ കുടുംബത്തെ പുലർത്താനാണ്. അത് തെറ്റായ ധാരണയാണ്. പക്ഷേ ആ ആൾക്കാരെ പെട്ടെന്നൊരു ജ്ഞാനി ചെന്ന് ഉപദേശിച്ച് മാറ്റാൻ പറ്റില്ല. അവരതിന് ഓൾറെഡി അങ്ങനെയാണ് ജീവിക്കുന്നത്. അതാണ് അവർ മുന്നിൽ കാണുന്ന ഒരു സത്യം.
ആ സത്യത്തിൽ മാത്രമേ അവർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ അവരെ പോയിട്ട് അയ്യേ നീ ചെയ്യണത് എല്ലാം വിഡ്ഢിത്തരാട്ടോ എന്നും പറഞ്ഞ് ഒരു ഉപദേശം കൊടുക്കാൻ നിൽക്കരുത്. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ ജ്ഞാനിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നില മനസ്സിലാക്കണം. ആ നില മനസ്സിലാക്കിയിട്ട് അവരെ കർമ്മം ചെയ്യാൻ തന്നെയാണ് പ്രേരിപ്പിക്കേണ്ടത്. അങ്ങനെ കർമ്മം ചെയ്യിച്ച് മെല്ലെ അവരെ രജോ ഗുണത്തിലെത്തിക്കാൻ പറ്റും. പിന്നീടത് സത്വഗുണത്തിലേക്കും എത്തിക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കണക്കുണ്ട്. സാധാരണയായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും നോക്കിയൊക്കെ ഇരിക്കും എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ. അവർക്ക് അതിൻ്റെ ബേസിക് അറിയാമല്ലോ. അപ്പോൾ കുറച്ച് നമ്മൾ ബോർഡിലൊക്കെ ചെയ്ത് വൃത്തിയിൽ എഴുതിയിട്ട് കഴിഞ്ഞിട്ട് സാധാരണ ഗതിയിൽ ഞാൻ ചോദിക്കും, മനസ്സിലായോ വല്ലതും? ഒന്നും മനസ്സിലായില്ലേ പറയും. അപ്പോൾ എനിക്ക് പോലും ചിരി വരും. കാരണം അവർക്ക് അതിൻ്റെ ബേസിക് അറിയണതാണ്. പക്ഷേ അവർക്ക് ഒരു ശ്രദ്ധയും വന്നിട്ടില്ല. കാരണം എൻ്റെ സ്റ്റെപ്പുകൾ ഇങ്ങനെ പോകുന്നു, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്ത് ചെയ്യും? അപ്പം ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും, ഇനി മനസ്സിലായോ? കുറച്ച് മനസ്സിലായി, ശരി ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചിലപ്പോൾ ഒരു 4-5 പ്രാവശ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, വലിയ പ്രൂഫുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും, ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? അപ്പോഴും അവർ പറയണത് 3/4 ഭാഗത്തെ എത്തിക്കാം, ഇനി കുറച്ചും കൂടെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വീട്ടിൽ ചെന്ന് റിവിഷൻ ചെയ്തിട്ട് പഠിച്ചോളാം. എന്നാലും എന്താ കാര്യം എന്ന് മനസ്സിലായി. അതേപോലെയാണ് ഇപ്പം അവൻ എവിടെ നിൽക്കുന്നു, ഇപ്പം അവൻ എന്താണ് ഒന്നും അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു പ്രോബ്ലം നമ്മൾ ബോർഡിൽ മുഴുവൻ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് എന്നാൽ ഇത് പഠിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്നും മനസ്സിലാവില്ല. അതാണ് മിക്കവാറും ഈ ക്ലാസ്സുകളിലൊക്കെ സംഭവിക്കുന്നത്. ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സിന് 50 പേരിരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രഷറുണ്ട്. പോർഷൻ തീർക്കണം, ഇത്ര ലെസൺ ഇത്ര ദിവസം കൊണ്ടെടുത്ത് തീർക്കണം, അങ്ങനെയുള്ള പല പ്രഷറുണ്ട്. മാത്രമല്ല ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉത്തരം വിളിച്ചു പറയും. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ വിചാരം 50 പേർക്ക് മനസ്സിലായി എന്നാ, 4 പേർക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അത്രയും പുവറാണ് ശരിക്കും കുട്ടികൾ എന്നുള്ളത് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. ആരുടെയും കുറ്റമല്ല അത്, അവർക്ക് ശ്രദ്ധയില്ല അതിൽ, ആ കാര്യത്തിൽ ശ്രദ്ധയില്ല. അത് നമ്മുടെ സ്പീഡും കൂടെ കൂടിയാൽ പിന്നെ പറയും വേണ്ട. ടീച്ചേഴ്സിന് ഒരു 10-20 ദിവസം ഒരു ദിവസം ചെയ്ത് തീർക്കണം എന്നുണ്ടാവും. കാരണം അവർക്ക് എന്നാലേ തീർക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അപ്പം നമ്മൾ ആദ്യം അവരുടെ തലം മനസ്സിലാക്കുക. അജ്ഞാനികൾ ഇപ്പോഴത്തെ നില എന്താണെന്ന് മനസ്സിലാക്കുക. കർമ്മം ചെയ്തോളൂ പറയാം. പക്ഷെ നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്, നമ്മൾ ജ്ഞാനികളാണ്. അപ്പം ജ്ഞാനികളായിട്ടുള്ള ഒരാളാണ് അജ്ഞാനീനെ ഉപദേശിക്കാൻ പോകുന്നത്. ജ്ഞാനിയും കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ സുഖദുഃഖങ്ങൾ അദ്ദേഹത്തെ ഏശുന്നില്ല. ഇത് കണ്ട് കർമ്മങ്ങൾ കുറേ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫലം കിട്ടും, പക്ഷേ ചിലപ്പോൾ തിക്തമായിട്ടുള്ള ഫലമാണ് വരുന്നത്. അപ്പോൾ അവിടെ മറ്റേ അജ്ഞാനി ചിന്തിക്കും, ജ്ഞാനി കുലുങ്ങുന്നില്ലല്ലോ, എന്ത് വന്നിട്ടും സുഖം വന്നിട്ടും ദുഃഖം വന്നിട്ടും ഒരു പ്രശ്നമില്ല, എന്നാൽ പിന്നെ ഞാനും അങ്ങനെ തന്നെ ആയാലോ എന്ന് വിചാരിച്ച് അത് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സ്റ്റെപ്പുകൾ ഇട്ടിട്ട് 2ാമത് പറഞ്ഞിടത്ത് 3ാമത് പറഞ്ഞിടത്ത് മനസ്സിലാക്കുന്ന പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ പ്രാവശ്യം ഒരു ഫലവും കിട്ടുന്നില്ല എന്ന് കണ്ടാൽ വിചാരിച്ചോളും, ശരി ഇനി ഒന്നും കിട്ടുന്നില്ല അല്ലേ, എന്നാൽ ശരി ഞാൻ നിർത്തുകയാണ്. അതല്ല, ഞാൻ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും, നോക്കാമല്ലോ കിട്ടുമില്ലയെന്ന്. അങ്ങനെ അവർ പൊന്തിക്കോളും. അങ്ങനെ അവർ ചിലപ്പം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലെത്തും. രജോ ഗുണത്തിലെത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭഗവാനോടടുത്തു. അപ്പോൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത്. സുഖവും ദുഃഖവും നീ ചിന്തിക്കേണ്ടതില്ല, ഇനിയും ചെയ്യൂ എന്ന് ഉപദേശിക്കുകയാണ് വേണം. മെല്ലെ ഉപദേശിക്കുകയാണ് വേണം. കർമ്മം ചെയ്തുകൊണ്ട് ഉപദേശിക്കണം. ആകെ നാളെ മുതൽ നീ ഫുള്ള് ചേഞ്ച് ആയിക്കോയെന്നും പറഞ്ഞ് കുറേ പ്രഭാഷണം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ നന്നാവില്ല. അങ്ങനെ അത് മെല്ലെ സത്വഗുണത്തിലും എത്തും. അങ്ങനെ ശിഷ്യനെ മെല്ലെ നമ്മളെന്ന് പറയണത് എന്താണ്, മനസ്സ് ആത്മചൈതന്യം എന്ന് പറയണത് എന്താണ്, ഇത് രണ്ടും വേറെയാണ്. അപ്പോൾ ആത്മചൈതന്യമാണ് ഞാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്നാണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ല, അതിനുള്ളിലുള്ള ആത്മചൈതന്യമാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അവരെ കൊണ്ട് അവർ ചെന്ന് ഉപദേശിക്കരുത് എന്ന് പറയുകയാണ്. ഇനി 30ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശിർനിർമ്മമോ ഭൂത്വാ യുധ്യസ്വവിഗതജ്വര. എന്നിലെല്ലാം സമർപ്പിച്ചിട്ടെന്നിൽ തന്നെ ലയിച്ചു നീ സ്വാർത്ഥവും ശക്തിയും വിട്ടിട്ടാർത്തി തീർന്നെഴുന്നേൽക്കുക. സർവാണി കർമാണി മയി സന്യസ്യ അധ്യാത്മചേതസ നിരാശി നിർമ്മമഃ ഭൂത്വാ വിഗതജ്വരഃ
യുധ്യസ്വ. എല്ലാ കർമ്മങ്ങളും മയി സന്യസ്യ എന്നിൽ സമർപ്പിച്ചിട്ട്, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട്, അധ്യാത്മചേതസ ആത്മബോധത്തോടെ, നിരാശീഹി ഫലമിച്ഛിക്കാതെ, നിർമ്മമഹാഭൂത്വ ഒന്നിലും മമതയില്ലാതെ, വിഗതജ്വരഹ മനസ്സിലെ വിഷമങ്ങളൊക്കെ അകറ്റി, യുധ്യസ്വ യുദ്ധം ചെയ്യൂ അർജുന. അപ്പോൾ അർജുന യുദ്ധം ചെയ്യുക തന്നെയാണ് നിൻ്റെ വഴി കേട്ടോ, വേറൊരു വഴിയും ഇല്ല. നിനക്ക് ധ്യാനമാർഗത്തിൽ സഞ്ചരിക്കുന്നതിനൊന്നും അർഹനായിട്ടില്ല നീ. കാരണം എന്താ വെച്ചാൽ നിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പുതിയ വാസനകൾ, ഇങ്ങനെ കർമ്മവാസനകൾ വരുന്നുണ്ട്. അത് മുഴുവൻ ക്ഷയിപ്പിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് ധ്യാനമാർഗത്തിൽ എത്താൻ പറ്റുള്ളൂ. അതിന് എന്താണ് വഴി എന്ന് നീ ചോദിച്ചാൽ ഇതാണ് നിനക്കുള്ള ഉത്തരം. സർവാണി കർമാണി മയി സന്യസ്യ, എല്ലാ കർമ്മങ്ങളും എന്നിൽ ഈശ്വരനിൽ സമർപ്പിക്കൂ, ആത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ച് നിർവഹിക്കൂ. അങ്ങനെ ആവുമ്പോൾ കർമ്മങ്ങളിൽ നിന്ന് അഹങ്കാരവും സ്വാർത്ഥതയൊക്കെ മാറും. അപ്പോൾ നിനക്ക് ധ്യാനിക്കാനുള്ള സമയമാവും. ഇപ്പം നിനക്കതിന് ആയിട്ടില്ല. അപ്പോൾ കർമ്മം ബന്ധനമായിട്ട് തീരുന്നത് ഈ സ്വാർത്ഥത വരുമ്പോഴാണ്. ആസക്തി കൂടാതെ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുണ്ടാക്കിയാലും അത് നമ്മളെ യാതൊരു പ്രതികരണവും നമുക്കുണ്ടാവില്ല. അപ്പോൾ എന്തായി, ആ കർമ്മങ്ങളെ അവിടെ ത്യജിക്കലായി. ആ കർമ്മങ്ങൾ ത്യജിച്ചാൽ മനസ്സ് ശുദ്ധമാവും. പിന്നീട് നമുക്ക് ധ്യാനത്തിലേക്ക് പോവാം. അപ്പോൾ ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ലക്ഷ്യം. നിരാശീഹി എന്ന് പറഞ്ഞാൽ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊതിക്കേണ്ട എന്നാണ്. നിർമ്മമഹ എൻ്റെ മമത്വം ബന്ധുത്വം ഒന്നിലും പാടില്ല. ഞാൻ, എൻ്റെ ബന്ധുക്കൾ, എന്നെ സ്നേഹിക്കുന്നവർ, അങ്ങനെ ഒന്നും പാടില്ല. അപ്പം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെന്നും പറയുന്ന പദ്യമാണ് അല്ലേ. താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അത് നീ മനസ്സിലാക്കൂ. ഒരു ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ സമീപിക്കും. എവിടെയാണ്? നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾ. നാളെ തേങ്ങ ഉടയ്ക്കുന്നു, മറ്റന്നാൾ പാൽപ്പായസം കഴിക്കുന്നു. ഇതെല്ലാം എൻ്റെ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടിയുടെ ജോലിക്ക് വേണ്ടിയിട്ടോ, പെൺമക്കളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ടോ, ആൺമക്കളുടെ ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും, അസുഖങ്ങൾ മാറാനും ഒക്കെയാണ് ചെയ്യുന്നത്. അത് ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന തലമാണ്. ഇനിയിപ്പോൾ അവിടുന്ന് ഒരു അമ്പലത്തിൽ നിന്ന് സാധിച്ചില്ലെങ്കിൽ ഉടനെ അടുത്ത ജ്യോത്സ്യനെ കാണും, അടുത്ത അമ്പലത്തിലേക്ക് പോകും. അവർ കുറച്ചും കൂടെ പൂജകളും പ്രാർത്ഥനകളൊക്കെ പറയും. പ്രാർത്ഥിക്കണ്ടെന്ന് ആരും പറയുന്നില്ല, പക്ഷെ അത് നമ്മുടെ താഴ്ന്ന തലത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അതല്ല ശരിയായ പ്രാർത്ഥന. ഒരു ചെറിയ മനസ്സമാധാനം കിട്ടും. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ ഈ പറഞ്ഞ പോലെ അമ്പലങ്ങൾ മുഴുവൻ നമ്മൾ തേടി നടക്കും. ഇനി ആ മനസ്സമാധാനം കിട്ടിയെന്ന് വിചാരിക്കൂ, അത് എത്ര കാലത്തേക്കുണ്ട്? അതും നൈമിഷികമാണ്. വളരെ വളരെ കുറച്ച് നേരം മാത്രം നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഫലം എന്തോ ആയിക്കോട്ടെ എന്ന് ചിന്തിച്ച് നീ പ്രവർത്തിക്കണം. അപ്പോൾ ഒരു പരമാനന്ദം ലഭിക്കും നമുക്ക്. അത്രയും ഉയർന്നാൽ കേട്ടോ. ആ പരമാനന്ദം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആഗ്രഹങ്ങളില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ ഉണ്ടാക്കും. പ്രതീക്ഷകൾ ചിലപ്പം നിരാശയുണ്ടാക്കും. നിരാശ ചിലപ്പോൾ നമ്മളെ കടുത്ത വിഷാദത്തിലേക്ക് മാറ്റും. പക്ഷെ നേരത്തെ പറഞ്ഞ പരമാനന്ദം ലഭിക്കുകയാണെങ്കിൽ അത് ഇതൊന്നും വരുത്തില്ല. അതുകൊണ്ട് പണ്ടത്തെ ഋഷിമാരൊക്കെ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ അവരുപദേശിച്ച കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അതുപോലെ നടക്കണം. അതാണ് നിൻ്റെ കഴിവ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അവനവന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്നുള്ള ഇത് അറിഞ്ഞിട്ട് തന്നെ. പക്ഷെ രണ്ട് ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ ഭാര്യ തനിക്കുള്ള കർമ്മങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ടാണ് ഭർത്താവ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹിക്കില്ല. അപ്പോഴും ഭർത്താവിനാണ് ഇമ്പോർട്ടൻസ്. ഭർത്താവിന് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പറയാണ്, എനിക്ക് എൻ്റെ ഭാര്യ സ്നേഹം തരുന്നു, അതുകൊണ്ട് ഞാൻ അവളെയും സ്നേഹിക്കുന്നു. തിരിച്ചും നന്നായി നോക്കുന്ന ഭർത്താക്കന്മാരെ ഭാര്യമാർക്കിഷ്ടമായിരിക്കും. അപ്പോൾ ഭാര്യയും തന്നെ നന്നായി നോക്കുന്നു. അപ്പോഴും അവിടെ വന്നതും ഞാൻ എന്നുള്ള ചിന്ത തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇനി നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു. വളരെ നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെയും നന്നായിട്ട് സ്നേഹിക്കും. പക്ഷേ അപ്പോഴും എനിക്ക് സ്നേഹം കിട്ടണം. ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് തിരിച്ച് എനിക്ക് സ്നേഹം കിട്ടണം. എല്ലായിടത്തും വരുന്ന ചിന്ത എന്താണ്? ഞാൻ എന്നത് മാറ്റിയിട്ട്
എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം ഈശ്വരനാണ്, ആ ഞാനിലാണ് വിശ്വസിക്കുന്നത്. ആദ്യത്തെ ഞാൻ വെറുതെയാണ്. രണ്ടാമത് പറയുന്ന ഞാൻ ആത്മചൈതന്യമാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ നിർമ്മമത കൈവരും. ഒന്നിലും ആശയുണ്ടാവില്ല. ഫലങ്ങളെ ഇച്ഛിക്കുന്നതാണ് ഇവിടെ നിരാശി എന്ന് പറയുന്നത്. നിരാശയല്ല, ഫലങ്ങളെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നത്. നിർമ്മമത എന്ന് പറയുന്നത് ഒന്നിലും മമത ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാം ഇങ്ങോട്ട് തന്നോളൂ. ആരാ? ഭഗവാനാണ് പറയുന്നത്. എല്ലാം ഇങ്ങോട്ട് തന്നോളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും മമതകളും എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ചാൽ അതൊക്കെ ഞാനിവിടെ എന്തിനാണ് നിൽക്കുന്നത്? ഞാനിതെല്ലാം ഏറ്റെടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്നിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അഗ്നിയിൽ ഹവിസ് ഹോമിക്കുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ അതെല്ലാം എരിഞ്ഞടങ്ങിക്കോളും. ഞാനിവിടെ എല്ലാറ്റിനും റെഡിയായിട്ട് എല്ലാവരുടെയും സങ്കടങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം എന്നിൽ സമർപ്പിക്കൂ. എൻ്റെ ശരീരം എന്താണ്? ജീവാത്മാവാണ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ശരീരം ജീവാത്മാവാണ്. അത് എൻ്റേത് എൻ്റെ ശരീരം എന്ന് പറയാതെ അത് ആരാണ് തന്നിരിക്കുന്നത്? ഭഗവാൻ തന്ന ശരീരമാണ്. അപ്പോൾ അത് ഭഗവാന് വിട്ടുകൊടുക്കൂ. അപ്പോൾ ഇതെല്ലാം വിചാരങ്ങളെല്ലാം ഒഴിവാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നമുക്ക് അത് നല്ല കാര്യമാണല്ലോ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നാൽ പിന്നെ ഭഗവാൻ തന്നെ നമ്മളെ നയിച്ചോട്ടെ എന്നുള്ള ഒരു ചിന്ത വരും. അപ്പോൾ അർജുന, നിൻ്റെ പാസ്റ്റും ഭാവിയും ഒന്നും നീ ചിന്തിക്കാതെ ഇപ്പോൾ ഉള്ള വർത്തമാനകാലത്ത് ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുമെന്ന് ഒന്നും കൂടെ ഉപദേശിക്കുകയാണ്. അതായത് യുദ്ധം ചെയ്യണം തന്നെയാണ് എൻ്റെ ഉപദേശം എന്നൊന്നും കൂടെ ഉറപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസം അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.